ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് മാറ്റിക്കൊരുങ്ങി ഞങ്ങൾക്കിന്ന് കുടുംബസംഗമുണ്ട്. ഉമ്മച്ചിൻ്റെ ഉമ്മാൻ്റെ പറഞ്ഞാൽ ഉമ്മമാൻ്റെ അതായത് ഉമ്മാൻ്റെ മക്കളും പേരക്കുട്ടികളും അങ്ങനെ കുടുംബസംഗമം ആദ്യമായിട്ടുണ്ടാവുകയാണ് കുടുംബസംഗമം. അപ്പം അതിൻ്റെ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. കാരണം എല്ലാവർക്കും കൂടി എങ്ങനെയായാലും ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ കൂടണമെങ്കിലും ഒരു ഫോണ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പേക്കാരം ഓരോരുത്തരും അവിടെ ഇവിടെ അതേ കുടുംബസംഘം പറയുമ്പോൾ ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും പാടെ കാണുമെന്ന് ആ ഒരു ഇതിലാണ്. നിശ്ചക്കുട്ടിയൊക്കെ മാറ്റി സെറ്റായി നിൽക്കണേ. ടാറ്റെന്നാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. എല്ലാവരും റെഡിയായി. സോനു അവിടുന്ന് വരുന്നുണ്ട്. ഇമ്മച്ചി പിന്നെ നേരത്തെ പോയിക്കണ്. ഞങ്ങളെല്ലാവരും ആയി. ഇപ്പച്ചി ഇപ്പച്ചിൻ്റെ ഒപ്പം പോവുകയാണ്. കാക്കുഞ്ഞിന്ന് പണിയുണ്ട് പറഞ്ഞ് പണിയില്ലേ ഇനി പിന്നെ ഒന്നുണ്ട് പറഞ്ഞ. അപ്പം ഇനി പണി കഴിഞ്ഞിട്ട് കാക്കും വരും. ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷ അപ്പുറത്തൊന്നും നിർത്തിയ കാരണം ഇവിടെ കോൺക്രീറ്റ് ഇട്ടിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ വണ്ടി ഇറക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവിടെ വണ്ടി ഇത് കോൺക്രീറ്റ് അവസാനിച്ചിനോടെ നിർത്തിയേക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വായൻ്റെലൊക്കെ ഇട്ടിക്കണ്. നിച്ചുകുട്ടി ബുക്കും പറഞ്ഞാണ്ട് ഇപ്പച്ചി എടുത്തേക്കട്ടെ നിച്ചുകുട്ടീനെ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലിരുന്ന് നിച്ചുകുട്ടിക്ക് ഓക്കായിട്ടൊരു സീറ്റ് വേണം. ഏതായാലും ഓക്കായിട്ട് സീറ്റ് ഉണ്ടായിനി. ഞങ്ങൾ ഒതായിലെത്തിയിട്ടപ്പം അപ്പോൾ ഇപ്പച്ചി വണ്ടി താഴെ നിർത്തി കുറച്ച് കയറിപ്പോകണം. അപ്പോൾ വണ്ടി താഴെ നിർത്തി പള്ളിക്ക് പോയിട്ട് വരാറുണ്ട്, നിസ്കരിച്ചിട്ട് വരാറുണ്ട്. ഞങ്ങൾ നടന്ന് പോയിട്ട് മേലേക്ക്, കാരണം ബാങ്ക് കൊടുത്തീനി. അപ്പോൾ പിന്നെ കയറിയാൽ പിന്നെ ഇറങ്ങാൻ ഉണ്ടല്ലോ പറഞ്ഞാണ്ടേ നിസ്കരിച്ച് കണ്ട് പോകാറുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോണ്ട് അധികം എല്ലാവരും വന്നിക്കണം കേട്ടോ. കുറച്ച് ആൾക്കാർ ഒളിഞ്ഞ് വരാൻ. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേ നിച്ചുകുട്ടി ഉറങ്ങിയേനല്ലോ. ഓളെ ഒരു കടത്തി. പിന്നെ ഞങ്ങൾ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ആ കത്തുപ്പാട്ട് പറഞ്ഞാണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അത് എടുക്കണം എന്ന് ആദ്യമേ പറഞ്ഞേനി. അപ്പോൾ അതെടുത്ത് നിച്ചുകുട്ടി ഉറങ്ങായതുകൊണ്ട് ഓളില്ലേനി കേട്ടോ. പിന്നെ ഞാൻ ഓളെ പോയി വിളിച്ചുണർത്തി. അനുവിൻ്റെക്ക് മതി പറഞ്ഞ്. അപ്പോൾ അനു എടുത്ത്. അങ്ങനെ ഞാൻ പിന്നെ നിർത്തിയിട്ടില്ലേനി കേട്ടോ. ഞാൻ കുറേ എല്ലാവരും നിർത്തിപ്പോകോളം ഞാൻ തിന്നിക്കണേ. അധികം എരിവൊന്നുമില്ല. ഇനി കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റണ എരിവ് ഇനി അതുകൊണ്ട് ഞാൻ ഇച്ചുകുട്ടിക്ക് എരിവ് ആവാത്ത ഭാഗത്തുനിന്ന് ഞാൻ എടുത്തു കൊടുത്തത്. നമുക്ക് പിന്നെ ഒരു വിഷയവും ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ ചാമ്പയ്ക്ക് ഇതൊക്കെ ഉണ്ടായിനി. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ ഐസ്ക്രീം തിന്ന്. കണ്ടോ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ഓള് പിന്നെ ഇപ്പച്ചിൻ്റെ മടിയിലിരുത്തി. ഇപ്പച്ചി കുറച്ച് നേരം ഓൾ അടങ്ങിക്കണില്ലേനി. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയില്ലേ ഉമ്മമാർ അങ്ങനെ പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർ കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഇമ്മച്ചി ഇപ്പച്ചിമ്മാരുടെ ട്രോഫിയും മെഡലൊക്കെ ഉണ്ടായിനി ടോൾക്ക് കൊടുക്കാൻ. അപ്പം അതൊക്കെ കൊടുത്ത് ഞാനൊക്കെ കൊടുത്തീനി കേട്ടോ. ഞാനും സോനും ഈനും ആനും ഇമ്മച്ചിയും കൊടുത്തേക്കാണ് കേട്ടോ. കാരണം നമ്മളെ ഫാമിലി അങ്ങനെ കൊടുത്തേക്കാട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐസ് ഉണ്ടെന്ന് ഓരോരുത്തരുടെ വക ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. അപ്പം ഐസൊന്ന് നിച്ചുകുട്ടി ഓളെ ഐസ് അങ്ങനെ കൊണ്ടെടുക്കേനി. കാരണം ഞാൻ ഓളത് പൊളിച്ചു കൊടുത്തീനി. ഓളെ വിചാരം ഞാൻ പൊളിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് എല്ലാവരോട് പൊളിച്ചാൻ വേണ്ടി പറഞ്ഞ് നടക്കേനി. പിന്നെ പൊളിച്ചെടുത്തതാക്കിയപ്പോൾ ഉമ്മച്ചീൻ്റെ അടുത്തില്ലേനി. അപ്പോൾ ഉമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുത്ത്. ഏതായാലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടേനി. പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ടീനി. എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ടേനി. അപ്പോൾ അനു ഓളിയും കൊണ്ട് പോയി ഡാൻസ് കളിപ്പിച്ച്. പിന്നെ 2-3 ആൾ പാട്ടൊക്കെ പാടി. വലിയ പരിപാടിയൊന്നും ഇല്ലേനി എന്നാലും. പിന്നെ കുട്ടികളൊക്കെ സ്റ്റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടേനി. അപ്പം നിച്ചുകുട്ടിയെ കണ്ടപ്പോൾ ഓക്കും അങ്ങനെ തന്നെ ആക്കണം. ഓളും എന്നിട്ട് അവിടെ ഇവിടെ ഇല്ല സ്റ്റൂളൊക്കെ എടുത്തുകൊടുന്ന് ഒരു സ്ഥലത്ത് വെക്കും. എന്നിട്ട് ഓളായ്മ കയറിയിരിക്കും. അങ്ങനെ കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. രാത്രി ആയപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടായപ്പോഴേ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നിച്ചുകുട്ടിയും എല്ലാവരും ഓരോ സ്ഥലത്താട്ടോ. അപ്പം ചോറ് തിന്നാനയക്കണം. അപ്പം ടേബിൾ ശരിയാക്കാൻ വേണ്ടി. പിന്നെ നിച്ചുകുട്ടി ഒരു പൂച്ച ഉണ്ടായിനി. ആ പൂച്ചൻ്റെ വൈത്താല നടക്കേനി. അത് കഴിഞ്ഞാണ്ട് പിന്നെ ചോറ് വിളമ്പി. അപ്പം തന്നെ കറണ്ടും പോയിട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ്. നിച്ചുകുട്ടിക്ക് ചോറ് കൊടുത്ത്. ഞാൻ കാക്കു വരുന്നുണ്ട്. അപ്പോൾ കാക്കു വന്നിട്ട് തിന്നാറുണ്ട്. നിച്ചുകുട്ടീനെ ഇനുവിനെ ഇരുത്തി. സോനും ഉണ്ട് കേട്ടോ. ഓളും ഇരുന്നിക്കണ്. ഓലൊക്കെ ഇരുത്തി. അങ്ങനെ കുറച്ച് നേരം പിന്നെ കാക്കു വന്ന്. അപ്പം ഞാനും കാക്കും ഉമ്മച്ചി തിന്നിട്ടില്ലേനി. ഉമ്മച്ചിയും തിന്ന്. അനു അതേമാതിരി കുറച്ച് തിന്നിട്ടുള്ളേനി. അവളോട് കുറേ പറഞ്ഞു ഞാൻ ഇരിക്കുമ്പോഴാണ് ഇരിക്കണേ, നാളെയൊക്കെ വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് നിന്നേനി. ഞാൻ പിന്നെ പൈച്ച് നിൽക്കല്ലേ കാരണം വിചാരിച്ച് തീറ്റിച്ചതേനി കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളിയും തീറ്റിച്ച്.
കുറച്ച് പിന്നെ ഇവിടെ പാട്ടിട്ട് നിച്ചുകുട്ടി ഭയങ്കര ഡാൻസ് കഴിഞ്ഞിട്ടോ. പിന്നെ പാട്ട് കേട്ടാൽ ഡാൻസ് കളിച്ചണം. അതാണെങ്കിൽ ഭയങ്കര ഡാൻസ് പറയണം, ഫുള്ള് വട്ടം കറങ്ങിക്കാരം. അതാണ് പ്രശ്നം. ആ കറങ്ങണേൻ്റെ ഇടയിൽ മുന്തി കുത്തി പോകും. പിന്നെ അതിലൊക്കെ കുട്ടികൾ റോട്ടിൽ കൂടെ പോകണ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കും അതേമായി പോകണം. എന്നിട്ട് ഈനും വൈതാലെ നടക്കേനിട്ടോ. പിന്നെ ഉപ്പച്ചി ഒരു 3-4 ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെ. ഉമ്മച്ചി പിന്നെ ഇതിൽ ബിസി ആയിട്ടോ, ഓരോ ഇതിൽ അങ്ങനെ. പിന്നെ ഉപ്പച്ചി ഒന്ന് വിളിച്ചുമ്പോൾ ബൈക്കുമ്മൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഓരോ ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഓൾക്ക് പാട്ടാടണം പറഞ്ഞാണ്ട് പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ പാടണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് കളിച്ച്. ഞാൻ പാട്ടാടാൻ പറഞ്ഞപ്പം ഉമ്മച്ചി പാട്ടാടായിരുന്നു. കാക്കു ഡാൻസ് കളിച്ചാൻ പറഞ്ഞപ്പോൾ കാക്കു ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പെരേക്ക് പോയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇങ്ങനെ ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റി. പിന്നെ കുറച്ചാൾക്കാർ അവിടെ ഇവിടേക്ക് കുറച്ചാൾക്കാർ വരാത്തുണ്ട്, എന്നാലും എല്ലാവരും കാണാനൊക്കെ പറ്റി. അങ്ങനെ അടിച്ച് പൊളിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.